മ്യാൻമറിലെ ഭൂകമ്പം ഏവരെയും ഞെട്ടിച്ചു. നിമിഷനേരം കൊണ്ട് എല്ലാം തകർന്നു വീണു. ഇതിനിടയിലാണ് അത്ഭുതകരമായ രക്ഷപ്പെടൽ കഥകളും പുറത്തുവരുന്നത്. അതിശക്തമായ ഭൂകമ്പത്തിന്റെ ഭയാശങ്കകൾക്കിടയിലും യുവതിയുടെ സുഖപ്രസവം അടക്കം ചർച്ചകളിലുണ്ട്. തായ് തലസ്ഥാനത്തെയും ഭൂകമ്പം നടുക്കിയിരുന്നു. ഇതിനിടയിലാണ് ആശുപത്രിയിൽ നിന്നും മാറ്റുന്നതിനിടയിലുള്ള യുവതിയുടെ പ്രസവം. സാധാരണ പരിശോധനയ്ക്ക് വേണ്ടിയാണ് യുവതി ആശുപത്രിയിലെത്തിയത്. ഇതിനിടെ പ്രസവ വേദന അനുഭവിച്ചു. വേദന കലശലായതിനെ തുടർന്ന് കട്ടിലിൽ കിടത്തി ശസ്ത്രക്രിയയ്ക്ക് പോകുമ്പോഴായിരുന്നു ഭൂകമ്പം. ഭൂകമ്പത്തിന്റെ ഭീതി കാരണം പ്രസവിക്കരുതേ ഇപ്പോൾ എന്ന് താൻ പ്രാർത്ഥിച്ചതായും യുവതി വെളിപ്പെടുത്തി. എന്നാൽ എല്ലാം ശുഭകരമായി നടന്നു. ആശുപത്രിയിലുള്ള മിക്കവരെയും ഒഴിപ്പിച്ചു. ഈ ഒരു സമയത്തായിരുന്നു നാടകീയ സംഭവങ്ങൾ. കുട്ടിക്ക് മിങ്ക് എന്നാണ് മാതാപിതാക്കളിട്ട പേര്. ബഹുനില ആഡംബര ഹോട്ടലിന്റെ മുകളിലെ സ്വിമ്മിംഗ് പൂളിൽ പ്രണയിച്ചുകൊണ്ടിരുന്ന ദമ്പതികൾ ഇറങ്ങി ഓടുന്നതും വൈറലായിട്ടുണ്ട്. തായ്ലൻഡിലും മ്യാൻമറിലും വെള്ളിയാഴ്ച ഉണ്ടായ ഭൂകമ്പത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിനിടയ്ക്കാണ് പല രീതിയിലുള്ള ചിത്രങ്ങളും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത്. എന്തായാലും മരണസംഖ്യ 1500 കടന്നതായിട്ടാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങും തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ തുടിപ്പ് ഇനിയും തേടുകയാണ് സഹപ്രവർത്തകർ. ഇതിനിടയിലാണ് ബാങ്കോക്കിൽ ഭൂകമ്പത്തിനിടെ ഒരു കുഞ്ഞിന്റെ ജനനവും ചർച്ചയായത്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ബാങ്കോക്കിലെ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശക്തമായ കുലുക്കം അനുഭവപ്പെട്ടപ്പോഴാണ് ആശുപത്രി മുഴുവനും ഒഴിപ്പിക്കേണ്ട അവസ്ഥയുണ്ടായത്. രോഗികളെ സ്ട്രക്ചറുകളിലും വീൽചെയറുകളിലുമൊക്കെയായി തുറസായ സ്ഥലത്തേക്ക് മാറ്റി. പ്രസവ ശസ്ത്രക്രിയ നിർത്തി യുവതിയെയും ആശുപത്രി പരിസരത്തുള്ള റോഡിലേക്ക് മാറ്റി. മെഡിക്കൽ സംഘം യുവതിയെ ചുമന്നാണ് പുറത്തു കൊണ്ടുവന്നത്. റോഡിൽ സ്ട്രക്ചറിൽ കിടന്ന യുവതിക്ക് ചുറ്റും ആശുപത്രി ജീവനക്കാർ മറ തീർത്താണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. നിരവധി ആളുകൾ തിങ്ങിക്കൂടി നിന്ന സ്ഥലത്താണ് പ്രസവം നടന്നത്. കുഞ്ഞിന്റെ ജനനത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമമായ എക്സിലൂടെ നിരവധി പേരാണ് പങ്കിടുന്നത്. റോഡിൽ നിരത്തിയിട്ടിരിക്കുന്ന സ്ട്രക്ചറുകളിൽ രോഗികളെ കിടത്തിയിരിക്കുന്നതും വീഡിയോയിൽ കാണാം. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നതാണ് സന്തോഷകരം. കുഞ്ഞിന്റെ വീഡിയോ അതിജീവനത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം എന്ന നിലയിലാണ് പലരും പങ്കിടുന്നത്. ആശുപത്രി ജീവനക്കാരുടെ ആത്മാർത്ഥതയും അഭിനന്ദന വിധേയമാകുന്നു. ഇതിനൊപ്പമാണ് ബഹുനില ആഡംബര ഹോട്ടലിന്റെ മുകളിലെ സ്വിമ്മിംഗ് പൂളിൽ പ്രണയിച്ചുകൊണ്ടിരുന്ന ദമ്പതികൾ ഇറങ്ങിയോടുന്നതും ഭൂകമ്പ ദൃശ്യങ്ങളിൽ വൈറലായി മാറുന്നത്. എന്തായാലും നിരവധി പേരാണ് ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ രക്ഷിക്കാനുള്ള അതിതീവ്ര ശ്രമത്തിലാണിപ്പോൾ. ഇന്ത്യയും സഹായഹസ്തവുമായി എത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിലാണ് കഴിഞ്ഞ ദിവസം തന്നെ വൈദ്യസഹായം ഇവിടേക്ക് എത്തിച്ചേർന്നത്. മരണസംഖ്യ 10,000 കടന്നേക്കാമെന്ന റിപ്പോർട്ടുകളാണ് ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും 1600 പേർ മരിച്ചു എന്നാണ് ഇതുവരെ കിട്ടിയ ഔദ്യോഗിക കണക്ക്.